Dear students, have a nice time. Let us have a review on the portion you have already covered. We had the definition of a poset first, that is a partially ordered set. A set together with a partial order. Partial order means the order relation is reflexive, transitive and antisymmetric. Then we had the definition of a Boolean algebra. It is a algebraic structure. A set X together with three operations plus dot and dash called addition, multiplication and complement. Okay. Then if we take any two elements of the poset and if the set xy, if xy belongs to capital X and if x less than or equal to is the poset, and if we take any two elements of capital X, set xy has a supremum and infimum, then such a poset is called a lattice. And in the last class we showed that given any Boolean algebra x plus dot dash, it gives rise to a lattice x less than or equal to, and the less than or equal to relation is defined in such a way that if we take two elements from x less than or equal to y, if x dot y dash equal to 0. So any Boolean algebra x plus dot dash gives rise to a lattice, and a lattice with some given properties is produced by a Boolean algebra, but all the lattices are not produced from a Boolean algebra. Today we will study more detailed on the structure of Boolean algebra. We start with a definition. Let x plus dot dash be a Boolean algebra. Then a minimal element of x minus set 0 is called an atom of x. ഈ ബൂളിയൻ ആൾജിബ്രയിലുള്ള മിനിമം എലിമെൻറ്റ് 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 0 ഒഴിവാക്കി കഴിഞ്ഞിട്ടുള്ള ബാക്കി എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. അതിലുള്ള മിനിമൽ എലിമെൻസിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുന്നത്. മിനിമൽ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കാം. എക്സ് ഒരു മിനിമൽ എലിമെൻ്റ് ആണ് എങ്കിൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന ഫോമിൽ വൈ എന്ന ഒരു എലമെൻറ്റ് ക്യാപിറ്റൽ എക്സ് ഉണ്ടെങ്കിൽ ദിസ് സിംപ്ലൈസ് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ്. അതായത് എക്സിനേക്കാൾ ചെറുത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ചെറുതായിട്ട് എഴുതാവുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് എക്സിൽ ഉണ്ടാവാൻ പറ്റില്ല. ഓക്കെ, 0 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സബ്സെറ്റ്സ് ആയിരിക്കും. കാരണം സിംഗിൾട്ടൺ സബ്സെറ്റ്സിൻ്റെ താഴെ അതിനേക്കാൾ ചെറുതായിട്ട് എഴുതാവുന്ന അതിൻ്റെ സബ്സെറ്റ്സ് ആയിട്ട് എഴുതാവുന്ന മറ്റ് സെറ്റ്സ് എക്സ് മൈനസ് 5 ഉണ്ടാവില്ല. 5 ആണ് അവിടെ നമ്മളുടെ 0 എന്ന് പറയുന്നത് പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയുടെ കേസിൽ. സോ 5 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പി ഓഫ് എസിൽ നിന്ന് ഈ കാണുന്ന ഡെഫിനിഷൻ പ്രകാരം. സോ 5ക്കും സിംഗിൾട്ടൺ സെറ്റിനും ഇടയ്ക്കായിട്ട് മറ്റ് സെറ്റ്സ് നമുക്കില്ലാത്തത് കൊണ്ട്, മറ്റ് സബ്സെറ്റ്സ് പി ഓഫ് എസിൽ ഇല്ലാത്തത് കൊണ്ട് സിംഗിൾട്ടൺ സബ്സെറ്റ്സ് ഓഫ് എസ് ആയിരിക്കും പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര പ്രകാരമുള്ള ആറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ആറ്റംസ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് കവർ ദ യുണീക്ക് മിനിമം എലിമെൻറ്റ്. മിനിമം എലിമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. 0ക്കും ആറ്റംസിനും ഇടയ്ക്ക് മറ്റ് എലമെൻറ്റ്സ് ഇല്ല എന്നർത്ഥം. കവർ എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ദർ ഇസ് നോ വൈ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ആണ് എങ്കിൽ, ഇത്തരത്തിലൊരു വൈ നമുക്ക് എഴുതാൻ പറ്റില്ല എങ്കിൽ സെറ്റ് കവേഴ്സ് എക്സ് എന്നാണ് ഡെഫിനിഷൻ. സോ ആറ്റംസിനും മിനിമം എലിമെൻറ്റിനും ഇടയ്ക്ക് മറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവാൻ പറ്റില്ല. ഫോർ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇഫ് എക്സ് ഡിവൈഡ്സ് വൈ. ഈ കാണുന്ന എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഈ കാണുന്ന റിലേഷൻ എക്സ് ഡിവൈഡ്സ് വൈ എന്ന ബൈനറി ഓർഡർ റിലേഷൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ മിനിമം എലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. Because we know 1 divides any natural number n. Okay, so 1 is the minimum element. 1 less than or equal to n ആണ് for all n belong to capital N. And which are the atoms here? Atoms എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും those integers or those natural numbers such that 1 divides n and there is no other integer m such that 1 divides m and m divides n. സ്വാഭാവികമായും n ആയിട്ട് നമ്മൾ ഒരു പ്രൈം നമ്പർ p എടുക്കുകയാണെങ്കിൽ 1 ഡിവൈഡ്സ് p ആയിരിക്കും. ഈ 1നും pക്കും ഇടയ്ക്ക് നമുക്ക് ഇത്തരത്തിൽ m എന്ന ഒരു ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ പറ്റില്ല. m pയെ ഡിവൈഡ് ചെയ്യുകയും വേണം, 1 ഡിവൈഡ്സ് m ആയിരിക്കണം. 1 അല്ലാതെ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ 1നും pക്കും ഇടയ്ക്കായിട്ട് നമുക്ക് ഇത്തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പ്രൈമിൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ p തന്നെയായിരിക്കും. പ്രൈം p തന്നെയായിരിക്കും ഒരു പ്രൈമിൻ്റെ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിൽ മറ്റൊരു ഇൻറ്റിജർ നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. Therefore, in this example, that is the case of natural numbers with this relation divides, 1 is the minimum element and prime numbers are atoms.
Now we have a proposition. Let x plus dot dash be a finite Boolean algebra. Then every non-zero element of x contains at least one atom. Second condition, every two distinct atoms of x are mutually disjoint. And every element of x can be uniquely expressed as a sum of atoms. Specifically, if x belongs to capital X, then x is the sum of all atoms contained in x. ഈ റിസൾട്ട്സ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര വെച്ചിട്ട് ഈ റിസൾട്ട്സ് ഒന്നുകൂടെ കേട്ട് നോക്കാം. പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്ര പ്രകാരം എവരി നോൺ സീറോ എലിമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് എസ് ആണ് എങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എസ് ആണ്, പവർ സെറ്റ് ഓഫ് എസ് ആണ്. എസിൻ്റെ എല്ലാ സബ്സെറ്റ്സിൻ്റെയും കളക്ഷനാണ് ക്യാപിറ്റൽ എക്സിലുള്ളത്. ഇതിലുള്ള ഒരു നോൺ സീറോ എലിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് എസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആണെങ്കിൽ ക്യാപിറ്റൽ എക്സിലുള്ള ഒരു നോൺ സീറോ എലമെൻ്റ് ആയിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ സെറ്റ് എ ബി എടുത്തു എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്, ദോ ഇറ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. ഓക്കെ, റിസൾട്ടിൽ പറയുന്നത് ഈ കാണുന്ന നോൺ സീറോ എലിമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സിൽ ഒരു ആറ്റമെങ്കിലും ഉണ്ടാകും എന്നാണ്. ക്ലിയർലി ഇറ്റ് ഈസ് ട്രൂ. ഇവിടെ എ എന്നത് ഒരു സിംഗിൾട്ടൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ്റമാണ്. ആൻഡ് വി മേ റൈറ്റ് സിംഗിൾട്ടൺ സെറ്റ് എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ സെറ്റ് എ ബി. Okay, therefore any non-zero element of capital X contains a atom, at least one atom. Second condition പറഞ്ഞത് every two distinct atoms of X are mutually disjoint. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് ഈ കാണുന്ന എക്സാമ്പിൾ എടുക്കേണ്ടത്. സോ സെറ്റ് എയും സെറ്റ് ബിയും എടുത്തു എന്ന് വിചാരിക്കാം. മ്യൂച്വലി ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവയുടെ ഇൻ്റർസെക്ഷൻ എം ടി ആയിരിക്കണം. ക്ലിയർലി രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണ്, സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എം ടി സെറ്റ് ആയിരിക്കും. സോ നമ്മൾ ഇവിടെ അത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർസെക്ഷൻ എം ടി ആയിരിക്കും എന്ന് പറയുന്ന അനലോഗായിട്ട് നമ്മൾ ബൂളിയൻ ആൾജിബ്രയിൽ പറയേണ്ടി വരിക. എയും ബിയും ക്യാപിറ്റൽ എക്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ ഇൻ്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡോട്ടാണ് പറയാറുള്ളത്. എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, എവരി എലിമെൻറ്റ് ഓഫ് എക്സ് ക്യാൻ ബി യുണീക്ലി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ആറ്റംസ്. അതായത് ഇവിടെ നമ്മൾ എടുത്ത എലമെൻറ്റ് സെറ്റ് എ ബി എന്നൊരു എലമെൻറ്റ് ഞാൻ സെറ്റ് എക്സിൽ നിന്ന് ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എസ് ആണ്. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് എ യൂണിയൻ സെറ്റ് ബി. ഇതിൻ്റെ ജനറലൈസേഷൻ ആണ് ശരിക്കും റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെൻറ്റ് എടുത്താലും ഈ കാണുന്ന എക്സാമ്പിൾ ഞാൻ ഈ കാണുന്ന എലമെൻറ്റിന് രണ്ട് ആറ്റംസിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതി. യൂണിയൻ എന്നത് നമ്മുടെ ജനറലൈസ് ചെയ്യുന്ന സമയത്ത് ബൂളിയൻ ആൾജിബ്രയിൽ പ്ലസ് എന്നതിന് അനലോഗായിട്ടാണ് ഇവിടെ യൂണിയൻ നിൽക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു എലമെൻറ്റിനെയും ആറ്റംസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. സം എന്നത് നമ്മുടെ ഈ എക്സാമ്പിൾ പ്രകാരം പ്ലസ് എന്നത് യൂണിയൻ ആണ്. ഓക്കെ, സോ സ്പെസിഫിക്കലി ഇഫ് എക്സ് ബിലോങ് ടു എക്സ് ദെൻ എക്സ് ഇസ് ദ സം ഓഫ് ഓൾ ആറ്റംസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ സ്മോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്, നമ്മൾ ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുത്തുള്ള ഒരു എലമെൻറ്റ് സെറ്റ് എ ബി ആണെങ്കിൽ ഇതിൽ കണ്ടെയ്ൻഡ് ആയുള്ള ആറ്റംസ് ഏതെല്ലാമാണ് വരിക, സെറ്റ് എയും സെറ്റ് ബിയുമാണ് വരിക, സിംഗിൾട്ടൺ സെറ്റ്സ്. സോ ഈ എലമെൻറ്റിനെ നമുക്ക് ഈ സിംഗിൾട്ടൺ സബ്സെറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റി. ഇവിടെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ സമ്മായിട്ട്, ഇവിടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി സമ്മാണ് ജനറലൈസേഷനിൽ, സം ഓഫ് ഓൾ ആറ്റംസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. ആ ഫോമിൽ നമുക്ക് ഏതൊരു എലമെൻറ്റിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത്രയും റിസൾട്ട്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വി ഷോ ദാറ്റ് എവരി നോൺ സീറോ എലിമെൻറ്റ് ഓഫ് എക്സ് കണ്ടെയ്ൻസ് അറ്റ് ലീസ്റ്റ് വൺ ആറ്റം. So we take a non-zero element of x, 0 not equal to x belong to capital X. Then either x is an atom or there exists x1 belong to x such that x1 not equal to 0 x and x1 is strictly less than x. ആറ്റം അല്ല എങ്കിൽ എക്സ് ഒരു എലമെൻറ്റ് നമ്മൾ എടുത്താൽ അത് അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ എക്സിൽ ഒരു ആറ്റമെങ്കിലും ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളൊരു നോൺ സീറോ എലമെൻറ്റ് എടുത്താൽ ഒന്നുകിൽ അതൊരു ആറ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ആ എലമെൻറ്റിനും സീറോയ്ക്കും ഇടയ്ക്ക് സീറോ അല്ലാത്ത ഒരു എലമെൻറ്റ് ഉണ്ടാവണം, x1 സച്ച് ദാറ്റ് x1 is strictly less than x. ഇപ്പം നമുക്ക് ലഭിച്ച x1 ഒന്നുകിൽ ഒരു ആറ്റം ആവാം, അല്ലെങ്കിൽ there exists another x2 not equal to 0 such that x2 less than x1. ഇതൊരു സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ we get a sequence x1 greater than x2, we start with x greater than x1 greater than x2 greater than x3 etc. പക്ഷേ ഈ സീക്വൻസ് നമുക്ക് ഇൻഫിനിറ്റ്ലി തുടർന്ന് പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ സെറ്റ് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്രയുടെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Therefore
the sequence must terminate somewhere, and the termination occurs when we get a atom. Okay, so the finite Boolean algebra always contains at least one atom. Now we take the second result. Let A and B be two atoms of X, be two distinct atoms of X ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവ മ്യൂച്വലി ഡിസ്ജോയിൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, മ്യൂച്വലി ഡിസ്ജോയിൻഡ് മീൻസ് ദാറ്റ് A dot B equal to 0. So what happens if A dot B not equal to 0? If A dot B not equal to 0, then there exists an atom C such that C less than or equal to A dot B. Minimum element 0 ആണ്. A dot B not equal to 0 ആണെങ്കിൽ A dot Bക്കും ആ 0ക്കും ഇടയ്ക്ക് നമുക്ക് ഒരു ആറ്റം കണ്ടുപിടിക്കാൻ കഴിയും. ആ ആറ്റമാണ് C എന്ന് വിചാരിക്കാം. So C is less than or equal to A dot B. But A dot B is less than or equal to A. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ബൂളിയൻ ആൾജിബ്രയിലുള്ള ഓപ്പറേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് ഓർക്കുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആയാൽ മതി. ഇവിടെ നമ്മൾ എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതി. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയത്? എ ഡോട്ട് ബി ഡോട്ട് എ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ ബി ഡോട്ട് എ ഡാഷ് എന്ന് എഴുതാം. ആൻഡ് എ ഡോട്ട് എ ഡാഷ് ഈക്വൽ ടു 0 ആണ്. Therefore എ ഡോട്ട് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. And we have C is less than or equal to A dot B, and A dot B is less than or equal to A. So we have by transitivity C is less than or equal to A. But A is an atom. A atom ആയതുകൊണ്ട് C less than or equal to A ആണെങ്കിൽ A equal to C ആവേണ്ടി വരും. A ഒരു ആറ്റം ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ മിനിമൽ എലിമെൻറ്റ് ഓഫ് എക്സ്. 0ക്കും എക്കും ഇടയ്ക്ക് മറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവാൻ പറ്റില്ല. So C less than or equal to A implies A equal to C. Similarly, you can show that B equal to C. So what happens? A equal to B, both equal to C. So we have if A and B are distinct, then A dot B equal to 0. If A dot B not equal to 0, then A and B are equal. And if we take A and B are distinct atoms of X, then A dot B must be equal to 0. And the last result, any element of capital X can be written as a sum of its atoms. Let X belong to capital X. If X equal to 0, then X contains no atoms and the assertion holds. എക്സിലുള്ള ആറ്റംസിൻ്റെ സമ്മായിട്ട് ആ എലമെൻറ്റിനെ എഴുതാൻ പറ്റുമെന്നാണ് കാണിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ പിന്നെ ആറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. നോ ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ലെറ്റ് A1 A2 എക്സെട്ര AK ബി ദ ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ഓഫ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. അതായത് നമ്മളെപ്പോഴും ഡെഫിനിഷൻ ഈ പ്രൂഫ് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പവർ സെറ്റ് ആൾജിബ്ര വെച്ച് ആലോചിച്ച് നോക്കാം. ഞാനൊരു സെറ്റ് ABC ആണ്, ക്യാപിറ്റൽ S ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സബ്സെറ്റ്സ് ആണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുന്നു. സെറ്റ് AB ആണ്, ഞാനൊരു എലമെൻറ്റ് സ്മോൾ എക്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് സെറ്റ് AB ആണെന്ന് വിചാരിക്കുക. ഇതിലുള്ള ആറ്റംസ് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്. സോ വി ഹാവ് ടു കൺസിഡർ സെറ്റ് A ആൻഡ് സെറ്റ് B. അത്രയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് A1 A2 എക്സെട്ര AK ബി ദ ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ഓഫ് ക്യാപിറ്റൽ X കണ്ടെയ്ൻഡ് ഇൻ സ്മോൾ എക്സ്. ഈ എക്സിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആറ്റംസ് നമ്മൾ എഴുതി വെച്ചു. We assert that X equal to A1 plus A2 plus etc plus AK. Here we can show that set AB equal to set A union set B. ആ യൂണിയൻ എന്നത് ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് സിമ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ വി വിൽ ഷോ ദാറ്റ് എക്സ് ഈക്വൽ ടു A1 plus A2 plus etc plus AK. Since A1 A2 etc AK are atoms contained in small x, so we can say AI less than or equal to X for all I equal to 1 to etc K. And what is the supremum of the set A1 A2 etc AK? സെറ്റ് XY എന്നതിൻ്റെ സുപ്രീമം എക്സ് പ്ലസ് വൈ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് സെറ്റ് A1 plus A2 plus etc plus AK, ഈ സെറ്റിൻ്റെ സുപ്രീമം A1 plus A2 plus etc plus AK ആയിരിക്കും. സോ ഇതിലുള്ള ഓരോ എലമെൻറ്റും ഈ സുപ്രീമത്തിനേക്കാൾ ചെറുതായിരിക്കണം. സോ വി ഹാവ് A1 plus A2 plus etc plus AK ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു A1 plus X2 plus etc plus AK എന്നാണ്. സോ നമ്മൾ A1 plus A2 plus etc ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്തു. നൗ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1 plus A2 plus etc plus AK. ദെൻ ബൈ ആൻറ്റി സിമെട്രി ബോത്ത് ദീസ് ആർ ഈക്വൽ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1 plus A2 plus etc plus AK എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ദറ്റ് ഈസ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി കൺസിഡർ എക്സ് ഡോട്ട് A1 plus A2 plus etc ഡാഷ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഡോട്ട്, ഹിയർ വി യൂസ് ഡി മോർഗൻസ് ലോസ്, എ ഡാഷ് ഡോട്ട് A2 ഡാഷ് ഡോട്ട് എക്സെട്ര ഡോട്ട് AK ഡാഷ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
So what happens if not? ഇത് 0 അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? If it is not equal to 0, then there exists an atom some b such that b is less than or equal to x dot a1 dash dot a2 dash dot ak dash. But we have x a1 dash a2 dash etc dot ak dash is less than or equal to x. കാരണം നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി എക്സ് ഡോട്ട് എ വൺ ഡാഷ് ഡോട്ട് എ ടു ഡാഷ് ഡോട്ട് എക്സ് ഡോട്ട് എ കെ ഡാഷ് ഡോട്ട് എക്സ് ഡാഷ് എടുക്കുന്നു. സോ എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന് ലഭിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. Then we have this one is less than or equal to x. Okay, x less than or equal to x, x less than or equal to y എന്ന ഡെഫിനിഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. So we have x dot a1 dash etc dot ak dash is less than or equal to x. So b is less than or equal to this expression and that is less than or equal to x, which means that b is less than or equal to x. Here b is an atom and b is less than or equal to x means that b is an atom contained in x. x എന്ന എലമെൻ്റ് ആണ്, x എന്നൊരു എലമെൻ്റ് ആണ്, b ഒരു ആറ്റം ആണ്. b ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആയതുകൊണ്ട് b എന്നത് എക്സിലുള്ള ഒരു ആറ്റമാണ്. എക്സിലുള്ള ആറ്റംസ് നമ്മൾ നമ്പർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. a1 a2 എക്സെട്ര ak ആണ്. അതുകൊണ്ട് ഈ ബി എന്ന് പറയുന്നത് ആ പറഞ്ഞ a1 a2 എക്സെട്ര ak ഏതെങ്കിലും ഒരു ആറ്റം ആയിരിക്കും എന്നർത്ഥം. Therefore b equal to ai for some i equal to 1 to etc k. Therefore ai less than or equal to x a1 dash a2 dash etc ak dash which is less than or equal to ai dash. So we get ai is less than or equal to ai dash for some i equal to 1 to etc k or ai dot ai dash dash equal to 0. ai less than or equal to ai dash ആയതുകൊണ്ട് ai dot dash of this one, that is ai dash dash equal to 0 ആണ്. ai dash dash എന്ന് പറയുന്നത് ai ആണ്. So we have ai dot ai equal to 0. That is ai equal to 0, which is a contradiction since no atom can be 0. ai എന്നത് ഒരു ആറ്റമാണ്, അത് 0 ആണെന്ന് നമുക്ക് ലഭിച്ചു. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തു എക്സ് ഡോട്ട് എ വൺ ഡാഷ് എക്സെട്ര എ കെ ഡാഷ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ എത്തിയത്. സോ വി ഹാവ് എക്സ് ഡോട്ട് എ വൺ ഡാഷ് എക്സെട്ര എ കെ ഡാഷ് ഈക്വൽ ടു 0. Since it is equal to 0, we can conclude that x is less than or equal to a1 dash plus a2 dash plus etc plus a1 plus a2 plus etc plus ak. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1 plus a2 plus etc plus ak എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം നമുക്ക് എക്സ് ഡോട്ട് a1 dash ഡോട്ട് എക്സെട്ര ഡോട്ട് ak dash ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതിയായിരുന്നു. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1 plus a2 plus etc plus ak. തിരിച്ചുള്ള ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. Therefore x equal to a1 plus a2 plus etc plus ak. So the element x is equal to sum of the atoms contained in x. Now we have to prove the uniqueness of the expression. For uniqueness, suppose x equal to b1 plus b2 etc plus br, where each bi is an atom and bi not equal to bj for some i not equal to j, and bi less than or equal to x for all i equal to 1 to etc r. b1 b2 etc br ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറ്റംസ് ആണ് എന്ന് വിചാരിക്കാം. ഡിസ്റ്റിങ്ക്റ്റ് ആണ്, എക്സിലുള്ള ആറ്റംസുമാണ്. ഓക്കെ, ബട്ട് a1 a2 etc ak are all the atoms contained in x. എക്സിലുള്ള എല്ലാ ആറ്റംസും എന്ന് പറയുന്നത് a1 a2 etc ak ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിനെ സം ഓഫ് ദീസ് ആറ്റംസ് ആയിട്ട് എഴുതി കാണിച്ചത്. ഇവിടെ ബി ഐസ് എല്ലാം തന്നെ എക്സിലുള്ള ആറ്റംസ് ആണ് എങ്കിൽ ഈച്ച് ബി ഐ എന്ന് പറയുന്നത് സം എ ജെക്ക് ഈക്വൽ ആയിരിക്കും. Since all the bi's are distinct, it follows that r is less than or equal to k. അതായത് ഇവിടെ എക്സ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് b1 പ്ലസ് b2 പ്ലസ് എക്സെട്ര പ്ലസ് br ആർ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആക്ച്വലി മുമ്പ് എഴുതിയ എക്സ്പ്രഷൻ പ്രകാരം എക്സ് ഈക്വൽ ടു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് k ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിൻ്റെ എക്സ്പ്രഷൻ എഴുതി കാണിച്ചത്. എക്സിലുള്ള എല്ലാ ആറ്റംസിൻ്റെയും കളക്ഷനാണ് സെറ്റ് a1 a2 എക്സെട്ര ak. ഇവിടെ നമ്മൾ എക്സിന് b1 പ്ലസ് b2 എക്സെട്ര br എന്ന് എഴുതിയത് ആർ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്, എക്സിലുള്ള ആർ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഓരോ ഈ ആർ ആറ്റംസിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോന്നും ഈ കാണുന്ന a1 a2 എക്സെട്ര akയിൽ ഏതോ ഒന്നാണ് എന്നർത്ഥം. അതുകൊണ്ട് ഈ നമ്പർ ആർ എന്ന് പറയുന്നത് എന്തായാലും കെയേക്കാൾ കുറവായിരിക്കണം. സോ ആർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. വാട്ട് ഹാപ്പൻസ് ഇഫ് ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ കെ? അതായത് നമ്മളിപ്പം ചെയ്തു നോക്കാൻ പോകുന്നത് എക്സിൻ്റെ എക്സ്പ്രഷനിൽ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് ak എന്ന് മുഴുവൻ എഴുതാതെ ചില എലമെൻറ്റ്സ് മാത്രം ആഡ് ചെയ്താൽ എക്സ് കിട്ടുമോ എന്നാണ് ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യണത്.
സോ എക്സിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ B1 + B2 + എക്സെട്ര + BR ഫോമിൽ എഴുതിയാൽ ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ കാണുന്ന A1 A2 എക്സെട്ര AKയിലുള്ള ചില എലമെൻറ്റ്സ് ആണ്. ആ എലമെൻറ്റ്സ് മൊത്തമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ എലമെൻറ്റ്സിൻ്റെ എണ്ണം R < K ആണെന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. വാട്ട് ഹാപ്പൻസ് ഇഫ് R സ്ട്രിക്ട്ലി < K? A1 A2 എക്സെട്ര AKയിലുള്ള മുഴുവൻ എലമെൻറ്റ്സും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? Then there is some AJ not equal to any BI. ഒരു BIക്കും ഈക്വൽ ആവാത്ത രീതിയിൽ ഒരു AJ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. സപ്പോസ് ആ AJ നമ്മൾ ഫോർ കൺവീനിയൻസ് വി കോൾ ഇറ്റ് ആസ് A1. സപ്പോസ് A1 നോട്ട് ഈക്വൽ ടു B1 B2 എക്സെട്ര BR. ഈ കളക്ഷനിലൊന്നും തന്നെ A1 എന്ന ആറ്റം വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. Now we have A1 equal to A1 into ഈ കാണുന്ന എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുകയാണ്. B1 + B1 ഡാഷ് ഡോട്ട് B2 + B2 ഡാഷ് ഡോട്ട് എക്സെട്ര ഡോട്ട് BR + BR ഡാഷ്. BI + BI ഡാഷ് ഓരോന്നും 1 ആയിട്ട് മാറും. A1 ഡോട്ട് 1 എന്നുള്ളത് A1 ആയിട്ട് മാറും. സോ ദിസ് എക്സ്പ്രഷൻ ഇസ് കറക്റ്റ്. വെൻ ദിസ് പ്രോഡക്റ്റ് ഇസ് എക്സ്പാൻഡഡ്, എവരി ടേം എക്സെപ്റ്റ് A1 B1 ഡാഷ് B2 ഡാഷ് എക്സെട്ര BR ഡാഷ് വിൽ കണ്ടെയ്ൻ ദ പ്രോഡക്റ്റ് ഓഫ് A ആൻഡ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ ആറ്റംസ് B1 B2 എക്സെട്ര BR. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻറ്റും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എലമെൻറ്റ് A1 B1 B2 എക്സെട്ര BR ഒരു എലമെൻ്റ് ആയിരിക്കും. ദെൻ A1 B1 B2 ഡാഷ് എക്സെട്ര BR ഡാഷ് മറ്റൊരു എലമെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ എഴുതുന്ന സമയത്ത് ഒരു ടേം ഒഴിച്ചിട്ട് ഈ ലാസ്റ്റ് ടേമായിട്ട് നമുക്ക് വരുന്നത് A1 ഇൻറ്റു B1 ഡാഷ് ഇൻറ്റു B2 ഡാഷ് ഇൻറ്റു എക്സെട്ര BR ഡാഷ്. ആ എക്സ്പ്രഷൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്റ്റിലും A1 ഇൻറ്റു an atom B1 B2 എക്സെട്ര BR B1 B2 എക്സെട്ര BR എന്ന ആറ്റംസിൻ്റെ കളക്ഷനിലുള്ള ഒരു ആറ്റവും A1ഉമായിട്ടുള്ള പ്രോഡക്റ്റ് വരും ബാക്കി എല്ലാ ഈ കാണുന്ന എക്സ്പാൻഷൻ്റെ ബാക്കി എല്ലാ ടേംസിലും. ആ ടേംസ് എല്ലാം തന്നെ 0 ആയിട്ട് മാറും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു എയും ബിയും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ആണെങ്കിൽ A.B = 0 ആയിരിക്കും. സോ A1 എന്ന് പറയുന്നത് B1 B2 എക്സെട്ര BR ഇതിനൊന്നിനും ഈക്വൽ അല്ലാത്ത ഒരു ആറ്റം ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആ പ്രോഡക്റ്റിൽ ഉണ്ടാവുക A1 B1 ഡാഷ് B2 ഡാഷ് എക്സെട്ര BR ഡാഷ് എന്ന ഒരു ടേം മാത്രമായിരിക്കും. സോ വി ഹാവ് A1 ഈക്വൽ ടു A1 B1 ഡാഷ് B2 ഡാഷ് എക്സെട്ര BR ഡാഷ്. ബാക്കിയുള്ള ടേംസിലെല്ലാം തന്നെ പ്രോഡക്റ്റ് ഓഫ് A1 ആൻഡ് വൺ ഓഫ് ദ ആറ്റംസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ആറ്റം B1 B2 എക്സെട്ര BR ഉണ്ടാവും. അത് 0 ആയിട്ട് മാറും. ഓക്കെ, സോ വി ഹാവ് A1 ഈക്വൽ ടു A1 B1 ഡാഷ് B2 ഡാഷ് എക്സെട്ര BR ഡാഷ്. But A1 is less than or equal to X, which gives A1 dot X dash equal to 0. A1 എന്നത് Xയിലുള്ള ഒരു ആറ്റം ആയതുകൊണ്ട് A1 is less than or equal to X. That is A1 dot X dash equal to 0. And what was X? X equal to B1 plus B2 plus etc plus BR. So we have A1 dot B1 plus B2 plus etc plus BR dash equal to 0. And by De Morgan's law, this becomes A1 dot B1 dash dot B2 dash dot BR dash equal to 0. But here we have A1 equal to this expression. And here we get that expression equal to 0, which means that A1 equal to 0, which is a contradiction since A1 is an atom. So what we proved here is that each atom A1, A2, B1, B2, etc. BR are one of the atoms in A1, A2, etc. AK. And R is less than or equal to K then. And if R less than K, we will arrive at a contradiction. Therefore, R equal to K and all the BIs are equal to sum of the AJs. That means that every AJ equals some BI and hence the expression of X as a sum of atoms is unique. So we can express any atom in a Boolean algebra as the sum of atoms contained in that element. Corollary, sum of all atoms of capital X equals 1. Why? We know 1 contains all the atoms in X. Power set Boolean algebra വെച്ച് ആലോചിച്ച് നോക്കുക. പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയിൽ 1 എന്ന് പറയുന്നത് ഹോൾ സെറ്റാണ്. എസ് ആണ് നമ്മുടെ സെറ്റ് എങ്കിൽ എസ് തന്നെയാണ് അതിൽ 1 എന്ന എലമെൻ്റ് ആയിട്ട് വരുന്നത്. 1ൽ അതായത് ഹോൾ സെറ്റിൽ അതിലുള്ള എല്ലാ എലമെൻസിൻ്റെ സിംഗിൾട്ടൺ സെറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ടാണ് ആ സെറ്റ് നിൽക്കുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ആറ്റംസ് ഇൻ P of S. So 1 contains all the atoms in X. So 1 is the sum of all its atoms of X. That is 1 is equal to x1 plus x2 plus etc plus xn ആയിരിക്കും. If x1, x2, etc. xn are the atoms of capital X. In the case of power set Boolean algebra, if x equal to power set of S
then 1 is equal to actually S itself and S equal to some union of all of its atoms. If S equal to set A, B, C, then S can be expressed as set A union set B union set C. So here 1 is the sum of its atoms. In the next class, we will study an important theorem, Stone representation theorem for finite Boolean algebras. Theorem says that every finite Boolean algebra is isomorphic to a power set Boolean algebra, specifically to the power set Boolean algebra of its atoms. ഏതൊരു ബൂളിയൻ ആൾജിബ്രയും ഒരു പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് ഈ ഇമ്പോർട്ടൻറ്റ് തിയറത്തിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയെ ജനറലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ബൂളിയൻ ആൾജിബ്ര എന്ന ഒരു ആൾജിബ്രൈസ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏതൊരു ഫൈനൈറ്റ് ബൂളിയൻ ആൾജിബ്ര നിങ്ങൾ എടുത്താലും അത് ഏതോ ഒരു പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയുമായി ഐസോമോർഫിക് ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അടുത്ത തിയറത്തിൽ. We will do that theorem in the next class.